മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബത്തേരിയിലെ ബീനാച്ചി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി. വയനാട് പാക്കേജ് പ്രഖ്യാപന വേളയിലാണ് മുഖ്യമന്ത്രി എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം 2021 നടത്തിയത്. കേരള മധ്യപ്രദേശ് ചീഫ് സെക്രട്ടറിമാർ നടത്തി ചർച്ച ഭൂമി ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. 2021 വയനാട്ടിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി മധ്യപ്രദേശ് സർക്കാരിന്റെ അധീനതയിലുള്ള ബീനാച്ചി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചതായി അറിയിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ സംസാരിച്ചതായും അറിയിച്ചിരുന്നു. എന്നാൽ തുടർന്ന് 5 വർഷം പിന്നിടുമ്പോഴും യാതൊരുവിധ നടപടികളും ആയിട്ടില്ലെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബീനാച്ചി എസ്റ്റേറ്റ് 532 ഏക്കറാണ്. ഇതിൽ പ്ലാന്റേഷൻ ടാക്സ് അടച്ചുവരുന്നത് 302 ഏക്കറിനാണ്. 170 ഏക്കർ വനഭൂമിയും 60 ഏക്കർ കയ്യേറ്റ ഭൂമിയുമാണ്. എസ്റ്റേറ്റ് കാപ്പിത്തോട്ടമാണെങ്കിലും ഭൂരിഭാഗം പ്രദേശവും വനസമാനമായാണ് കിടക്കുന്നത്. കടുവയടക്കമുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിവിടം. ബത്തേരിയുടെ വികസനത്തിൽ പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ട്രൈബൽ കോളേജ്, മറ്റ് വിനോദസഞ്ചാര മേഖല ഇതൊക്കെ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ വലിയൊരു സ്ഥലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബത്തേരിയിലെ പൊതുസമൂഹം നിന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ അവസ്ഥയാണ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ ഈ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് വേണ്ടി വരുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രഖ്യാപനത്തിന് എന്തെങ്കിലും വില നൽകുന്നുണ്ടെങ്കിൽ അത് ഉടൻ നടപ്പിലാക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് ബത്തേരിയിലെ പൊതുസമൂഹം, ബത്തേരിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്ഥലം ഏറ്റെടുത്ത് സഫാരി പാർക്ക്, മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എസ്റ്റേറ്റ് ഭാഗമായ ചൂരിമലയിൽ 100 കണക്കിന് ആളുകളാണ് പതിറ്റാണ്ടുകളായി താമസിക്കുന്നത്. ഇവരുടെ ഭൂമിക്ക് ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. മധ്യപ്രദേശ് സർക്കാരിന്റെ ബീനാച്ചിയിലെ ഈ ഭൂമി കേരളം ഏറ്റെടുത്താൽ ചുരിമല പ്രദേശത്തെ ജനങ്ങളുടെ പട്ടയ പ്രശ്നത്തിലും പരിഹാരമായേക്കും. അതിനാൽ എത്രയും വേഗം ബീനാച്ചി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.